ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങളുടെ കോളേജ് ക്രിസ്മസ് പ്രോഗ്രാം ആണ് കേട്ടോ. അപ്പോൾ പോകാനായിട്ട് റെഡി ആയിട്ട് ഇറങ്ങിയതാണ്. നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുക്കുകയും എനിക്കുള്ളത് മേടിക്കുകയും ചെയ്യണം. അതിനു വേണ്ടിയാണ് ഞാൻ പോണത്. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രോഗ്രാം ടൈമിംഗ് പറഞ്ഞേക്കുന്നത് 4:30 തൊട്ട് 7:30 8 മണി വരെയാണ്. അപ്പോൾ അത്രയും ലേറ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റത്തില്ല. അപ്പം പോയി സംഭവം കൊടുത്ത് മേടിച്ച് തിരിച്ച് വരാമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. പ്രത്യേകിച്ച് സ്കൂട്ടറിലാണ് പോകുന്നത്. അപ്പം നല്ല ബ്ലോക്കും ആയിരിക്കും തിരിച്ചു വരുന്ന സമയത്ത്. അതുകൊണ്ട് പെട്ടെന്ന് പോയിട്ട് തിരിച്ചു വരാമെന്നുള്ള ഉദ്ദേശത്തിലാണ് പോകുന്നത്. അങ്ങനെ ഒരു 3:30 ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി കോളേജിൽ എത്തി. പതിവ് പോലെ ഞാൻ കോളേജിൽ എത്തിയപ്പോൾ അവിടെ മാനും മനുഷ്യനും ഉണ്ടായിരുന്നില്ല ഗൈസ്. ടീച്ചേഴ്സ് പറഞ്ഞു എല്ലാവരും കരോളിന് പോയേക്കുവാണ്. എന്താണ് ഫർസാന കരോളിന് പോകാനത്? ഞാൻ പറഞ്ഞു ഞാൻ ഇറങ്ങിയില്ല മിസ്, കാരണം തലേ ദിവസം ഞാൻ കോളേജിൽ പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കോളേജൊക്കെ ലൈറ്റും സ്റ്റാർസ് ഒക്കെ ഇട്ട് നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. കുറച്ച് കഴിഞ്ഞപ്പോൾ കരോളിന് പോയവരൊക്കെ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പ്രോഗ്രാംസ് എല്ലാം സാധാരണ നടക്കാറ് കോളേജിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ്. അങ്ങനെ നമ്മളെല്ലാവരും ഓഡിറ്റോറിയത്തിലേക്ക് കയറിപ്പോയി. അവിടെയാണെങ്കിലും നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വെൽ അറേഞ്ച്ഡ് ആയിരുന്നു എല്ലാം. പ്രത്യേകിച്ച് നമ്മുടെ ഞങ്ങളുടെ ഹോസ്റ്റലേഴ്സ് ചേച്ചിമാരും ഞങ്ങളുടെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് എല്ലാം കൂടെയാണ് ഓഡിറ്റോറിയം മൊത്തം ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അവരുടെ എഫേർട്ട് പറയാതെ വയ്യ. പിന്നെ ഈ പുൽക്കൂടും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ പുൽക്കൂട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു റിയലിസ്റ്റിക് ലുക്കൊക്കെ തോന്നി. നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യാം. ഫെലിസ് നാവിദാദ് എന്നായിരുന്നു നമ്മുടെ ഒരു ക്രിസ്മസ് പ്രോഗ്രാമിൻ്റെ പേര്. എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. 4:30 തുടങ്ങുമെന്ന് പറഞ്ഞെങ്കിലും 5:30 ആയി പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വന്നപ്പോൾ. പിന്നെ BEd കോളേജ് ആയതുകൊണ്ട് തന്നെ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ അത്രയും സ്റ്റുഡൻസ് ഒന്നുമില്ല. 150 സ്റ്റുഡൻസിൻ്റെ താഴെ ഉള്ളൂ. മൊത്തത്തിൽ BEdും MEdും എല്ലാം കൂടെ എടുത്താലും 150 സ്റ്റുഡൻസ് ഒക്കെ കാണുകയുള്ളൂ. പിന്നെ തുടക്കം തന്നെ നമ്മൾ ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുക്കുകയും മേടിക്കുകയും ചെയ്തു. ഇതാണ് ഞാൻ കൊടുത്തൊരു ക്രിസ്മസ് ഗിഫ്റ്റും പിന്നെ ഒരു ഗ്രീറ്റിംഗ് കാർഡും. എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒരു കളർ പെന്നാണ്. കാരണം നമ്മൾ മൊത്തത്തിൽ 100 ആയിരുന്നു ബഡ്ജറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ കപ്പ് കൊടുത്ത് എനിക്ക് കളർ പെൻ കിട്ടി. പിന്നെ ഞാൻ തിരിച്ചു പോന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ടാറ്റാ.